ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയാപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ ബന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോടു ചൊല്ലിനാൾ മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായോരു ചാമീകര ദൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപം ഉപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിന്നില്ലോരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം അവനില്ലൊരിക്കലും അശാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കേകയാപുത്രി തൻ വാക്കുകൾ കേട്ടളവാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമാതിനായച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടും തന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം
ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലും ആമൊരു വാട്ടം വരാതെ വധിച്ചിടുകാകിലും സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലു മരണമതീനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതുകൾക്ക നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിലിക്കാലം. തൊൽസുതൻ തന്നെ വാഴിക്കും നരാവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാചരിയുമാറാകണം. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകീലതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണീലകമ്പുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിയുവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതീ സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിഞ്ചരീതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം ഭരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തംഭവതിമയ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കാൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരീകന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസ്സേ തോന്നി ബലാലീശ്വരാജ്ഞയാ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ രാമായണ ക്ലാസ് തുടരുകയാണ്. അയോധ്യാഖണ്ഡത്തിൽ ശ്രീരാമൻ്റെ അഭിഷേക ആരംഭമാണ് നാം ഇതുവരെ കണ്ടത്. അപ്പോൾ ശ്രീരാമൻ്റെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയോധ്യയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസിഷ്ഠൻ രാമൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ദശരഥ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് വസിഷ്ഠൻ എത്തുകയും തന്നിൽ അർപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ശ്രീരാമൻ്റെ അഭിഷേക കാര്യങ്ങൾ, അതിനുള്ള പൂജാവിധികൾ എന്നിവയെക്കുറിച്ചൊക്കെ ദശരഥൻ വസിഷ്ഠനോട് പറയുകയാണ്. അത് പറയുന്നത് ഒരു പരിചാരകൻ കേട്ടിട്ട് കൗസല്യയോടും സുമിത്രയോടും ചെന്ന് പറയുകയുണ്ടായി. ആ സന്തോഷത്തിൽ ആ പരിചാരകന് ഒരു സമ്മാനമൊക്കെ കിട്ടുകയുണ്ടായി. അതിനുശേഷം കൗസല്യാദേവി മഹാദേവിയെ പ്രാർത്ഥിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. നീയാണ് ഭഗവതി എനിക്ക് തുണയായിട്ടുള്ളത്, ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കൗസല്യാദേവി. അടുത്ത ഭാഗം അഭിഷേക വിഘ്നമാണ്. ശ്രീരാമദേവൻ്റെ യുവരാജ അഭിഷേകത്തിന് വിഘ്നം നേരിടുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാൽ ആകുല ഉള്ളിൽ വളരുന്നിതേറ്റവും. കൗസല്യാദേവി പറയുകയാണ്, സത്യസന്ധനായ ദശരഥ മഹാരാജാവ് എൻ്റെ പുത്രനെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും. ദേവിക്ക് യാതൊരു സംശയമില്ല. എങ്കിലും മനസ്സിൽ ഒരു സംശയം വന്നിട്ടുണ്ട്.
എങ്കിലും കൈകേയിക്ക് വശഗതനാണ് ദശരഥനെന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. തുടർന്ന് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി, ദുർഗതി നീക്കി തുണച്ചേട് കമ്പികെ. അല്ലയോ ഭഗവതി, ദുർഗേ പാപനാശിനി, ഞങ്ങളുടെ കാലക്കേടൊക്കെ നീക്കി സഹായിക്കണേ എന്ന് പറയുകയാണ്. കാമുകനല്ലോ നൃപതി ദശരഥൻ, കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. ദശരഥ മഹാരാജാവ് കൈകേയിയുടെ പ്രിയപ്പെട്ട കാമുകനാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര, കാമിനിയായ അവളുടെ മനസ്സിലിരിപ്പ് എന്താണാവോ, അതൊന്നും അറിഞ്ഞുകൂടാ. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം. അപ്പം നല്ലത് തന്നെ വരുത്തണേ എന്ന് കൗസല്യ ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു. അപ്പൊ ദേവന്മാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് സരസ്വതീ ദേവിയോട് പ്രകാരം പറയുകയാണ്. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ആം അവർ ആരും, കഴിവുള്ളവരാരും എന്നുള്ള അർത്ഥമാണ് അവിടെ. അപ്പോൾ സരസ്വതീ ദേവിയോട് ദേവന്മാർ പറയുകയാണ്, ലോകമാതാവായ അല്ലയോ സരസ്വതീ ദേവി, അവിടുന്ന് വളരെ വേഗം തന്നെ അയോധ്യയിലേക്ക് എഴുന്നള്ളണം. എന്നിട്ട് രാമാഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കുവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം. മറ്റാർക്കാണ് അത് കഴിയുക? ശേഷം പറയുകയാണ്, ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മന്ധരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കൈകേയിയോട് പറയിച്ച് അഭിഷേകം മുടക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ദേവന്മാര്. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ദേവന്മാരുടെ അപേക്ഷ കേട്ടുകൊണ്ട് ദേവന്മാര് പറഞ്ഞത് പ്രകാരം തന്നെ സരസ്വതീ ദേവി ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് വാണീദേവി മന്ധരയുടെ നാവിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. അപ്പോഴാണ് 3 വളവുകളുള്ള, ശരീരത്തിൽ 3 വളവുകളുള്ള കൂനിയായ ആ ഒരു മന്ധര ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട്, കാരണം സരസ്വതീ ദേവി അവളുടെ നാവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ മന്ധര അവിടെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൈകേയിയുടെ മാളികയിലേക്ക് വേഗം നടന്നു ചെല്ലുകയാണ്. അപ്പോൾ തിടുക്കത്തിൽ ഓടി വരുന്ന ആ കൈകേയി മന്ധരയെ കണ്ടിട്ട് കൈകേയി താനും അവളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളികലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. അപ്പോൾ മന്ധരയോട് ചോദിക്കുകയാണ്, മന്ധരയെ ചൊല്ലു നീ, പറയൂ, നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ, രാജ്യമെല്ലാം അലങ്കരിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താണ്? നാളികലോചനനായ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. നിർണയം തീർച്ചയായിട്ടും നാളികലോചനനായ താമരക്കണ്ണനായ രാമന് നാളെ അഭിഷേകമുണ്ട്, അത് തീർച്ചയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് കൈകേയി പ്രകാരം മന്ധരയോട് ചോദിക്കുന്നതും പറയുന്നതും. അപ്പോൾ മന്ധര പറയുകയാണ്, ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയ ലാഭത്ത് വന്നെടുത്തു, നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. അപ്പോൾ മന്ധര കൈകേയിയെ ഭർഷിക്കുകയാണ് ചെയ്യുന്നത്, വഴക്ക് പറയുകയാണ്. ദുർഭഗേ മൂഢേ മഹാഗർവിതേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ദുർഭഗേ, ഭാഗ്യം കെട്ടവളെ, മഹാഗർവിതേ, വലിയ അഹങ്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ഉറങ്ങുക, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. പിന്നെ മൂഢയായ നീ, അഹങ്കാരിയായ നീ ഇതൊന്നും അറിയാതെ ഇവിടെ കിടന്നുറങ്ങും, നിനക്ക് വലിയൊരു ആപത്ത് വന്നിരിക്കുകയാണ്, നിനക്ക് ആരും ഒരു ബന്ധുവില്ല, തീർച്ചയാണ്. അതുകൊണ്ട് പിന്നെ പറയുകയാണ്, തീർന്നിട്ടില്ല, രാമാഭിഷേകം അടുത്ത നാളുണ്ടോ, രാമന്റെ അഭിഷേകം അടുത്ത ദിവസം തന്നെയുണ്ട്. കാമിനിമാർ കുല മൗലി മാണിക്യമേ,
സുന്ദരി കാമിനിമാർ കുല മൗലിമാണിക്യം എന്ന് പറഞ്ഞാൽ കാമിനിമാർക്ക് മുകളിലുള്ളവരെ, കാമിനിമാരുടെ കിരീടധാരണം ചെയ്തവളെ എന്ന് വെച്ചാൽ ഏറ്റവും സുന്ദരി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സുന്ദരിയായ അതിസുന്ദരിയായ അല്ലയോ കൈകേയി, രാമൻ അഭിഷേകമുണ്ട്, നീ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ, ഒന്നും അറിയത്തില്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ എന്ന് വഴക്ക് പറയുന്നു. അതിനുശേഷം പറയുകയാണ്, ഇത്തം അവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും. ഇപ്രകാരം മന്ധര ഇങ്ങനെ കോപിച്ച് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് സംഭ്രമിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്ത് എഴുന്നേറ്റ് കേകയപുത്രി ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാൽ ആദരാൽ. വളരെ വിചിത്രമായ ഭംഗിയുള്ള സ്വർണം കൊണ്ടുള്ള ഒരു ചാമീകം, സ്വർണമാണ് ചാമീകര നൂപുരം, സ്വർണം കൊണ്ടുള്ള ഒരു പാദസരം നൂപുരം കൊടുക്കുകയാണ്. ചിത്തമോദേന, വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് നൽകിയത്. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ. ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന ഈ സമയത്ത് എന്ത് ദുഃഖമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നീ പറയൂ. ആ ദുഃഖം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നീ പറയൂ. ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞീലതിൻ ഇല്ലൊരവകാശമേതും നിരൂപിച്ചാൽ. ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖമുണ്ടാകാൻ യാതൊരു കാരണവും കാണുന്നില്ല. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ. എനിക്ക് രാമകുമാരനോളം സ്നേഹം മറ്റാരോടുമില്ല. അത്രയുമല്ല ഭരതനേക്കാൾ മമ്മ പുത്രനാം രാമനെ സ്നേഹം എനിക്കേറ്റം. ഭരതൻ കൈകേയിയുടെ സ്വന്തം പുത്രനാണല്ലോ. ഭരതനേക്കാളും എനിക്ക് സ്നേഹം എൻ്റെ രാമനോടാണ്. എൻ്റെ രാമൻ എന്നാണ് എപ്പോഴും പറയുക, എൻ്റെ പുത്രൻ എന്നാണ് പറയുക എപ്പോഴും കൈകേയി. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം. കൈകേയി പറയാണ്, കൗസല്യാദേവിയേക്കാളും രാമന് എന്നിലാണ് പ്രിയമുള്ളത്. അതുപോലെ തന്നെ ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയുക നീ. എൻ്റെ പുത്രനായ രാമന് ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഒക്കെ എന്നോട് ഉണ്ട്, മറ്റാർക്കും ഇത്രമാത്രം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു. മമനന്ദനൻ എൻ്റെ പുത്രനായ രാമൻ നല്ല വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്കാണ് ആദ്യം കൊണ്ട് തരിക. ഇഷ്ടമല്ലാതൊരു വാക്കോ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും അവന് എന്നോട് പറയാറേയില്ല. അശ്രാന്തം എന്നെ അത്ര മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവം എന്നെ എത്ര നേരം വേണമെങ്കിലും ശുശ്രൂഷ ചെയ്യാനും യാതൊരു മടിയില്ല എൻ്റെ പുത്രൻ. തുടർന്ന് കൈകേയി പറയുകയാണ്, മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായത്. മൂഢേ നിനക്ക് രാമനിൽ നിന്ന് എന്ത് പേടിയാണ് ഉണ്ടാകാനുള്ളത്? സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. എപ്പോഴും സർവജനപ്രിയനാണ് എൻ്റെ പുത്രൻ. മമാത്മജൻ എൻ്റെ പുത്രൻ നിർവൈരമാനസനാണ്, ആരോടും മനസ്സിൽ വിരോധം തോന്നാത്ത ആളാണ്, ശാന്തനാണ്, ദയാപരനാണ്. അങ്ങനെയുള്ള എൻ്റെ പുത്രനെ കുറിച്ച് എന്ത് പേടിയാണ് നിനക്ക് ഉണ്ടായിരിക്കുന്നത്? കേകയ പുത്രിതൻ വാക്കുകൾ കേട്ടളവ് ആകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. അപ്പോൾ കേകയപുത്രിയായ കൈകേയിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് വളരെ വ്യാകുലതയോടുകൂടി ദുഃഖത്തോടുകൂടി മന്ധര അപ്രകാരം പറയുകയാണ്, പാപേ മഹാഭയ കാരണം കേൾക്ക നീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിനയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതും. അപ്പോൾ പറയണ കൈകേയിയുടെ വാക്കുകൾ, രാമനോടുള്ള ആ പ്രിയത്തിൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് വളരെ ദുഃഖത്തോടു കൂടി മന്ധര വീണ്ടും പറയുകയാണ്, പാപിയായ അല്ലയോ കൈകേയി, എനിക്ക് വലിയ ഭയം നേരിട്ടിരിക്കുകയാണ്. ആ വലിയ ഭയത്തിന് കാരണം ഞാൻ നിന്നോട് പറയാം. ദശരഥ രാജാവ് നിന്നെ വഞ്ചിച്ചത് നീ അറിഞ്ഞിട്ടില്ലേ? നിന്റെ മകനായ ഭരതനെയും അവൻ്റെ പ്രിയങ്കരനായ ശത്രുഘ്നെയും അവരുടെ അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് മനഃപൂർവ്വമാണ് രാജാവ് അയച്ചതെന്ന് പറയുകയാണ്. ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. ഇനി രാമന് അഭിഷേകം നടത്തിയാൽ രാജ്യഭരണം കൊണ്ടുള്ള സുഖമനുഭവിക്കുന്ന ആരാണ്? ലക്ഷ്മണനാണ്. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ട് നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. അപ്പോൾ സുമിത്രയ്ക്ക് ഭാഗ്യം തന്നെയാണ്. കാരണം രണ്ട് പുത്രന്മാരും ഭരതൻ്റെയും രാമൻ്റെയും തോഴരായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് സുമിത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് രണ്ടായാലും ഭാഗ്യമാണ്. ഭാഗ്യം കെട്ടത് നീയാണ്. നീ വെറും ദാസിയായിട്ട് എന്നും കൗസല്യയെ പരിചരിച്ചിങ്ങനെ കഴിയണം എന്നുള്ളത് പറയുകയാണ്.
നോക്കൂ, ഒരാളുടെ മനസ്സിലേക്ക് വിഷം എത്രമാത്രം കുത്തിവെക്കാം, എത്ര നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിലും ചിലരുടെ വാക്കുകൾ കേട്ടിട്ട് ആ നല്ല മനസ്സ് കലുഷിതമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു കൈകേയിലൂടെയും അതുപോലെ തന്നെ മന്ഥരയിലൂടെയും നമ്മെ മനസ്സിലാക്കുകയാണ് രാമായണം. അപ്പോൾ കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനം തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്ന് നാട്ടിക്കളകിലും ഓരോ വാട്ടം വരാതെ വധിച്ചിടുമാകിലും. പിന്നീട് പറയുകയാണ്, പിന്നെ കൗസല്യയുടെ മകനായ, അതായത് രാമനെ സേവിച്ചുകൊണ്ട് ഭരതൻ കഴിയേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു രാജ്യപദവി കിട്ടുമെന്നുള്ള വിചാരമേ നിനക്ക് വേണ്ട. നിങ്ങളെ ചിലപ്പോൾ നാട് കടത്തിയേക്കാം, അല്ലെങ്കിൽ കൊല്ലുമെന്ന് വന്നേക്കാം. അങ്ങനെയും പറയുന്നുണ്ട്. സേവിച്ചു കൊള്ളുക, പൊറുക്കുന്നതും വരും. ഭാവിക്കുകയും വേണ്ട രാജ്യത്വമേതുമേ, രാജ്യത്വം കിട്ടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. നാട്ടിൽ നിന്ന് നാട്ടിക്കളകിലുമെങ്കിലോ വട്ടം വരാതെ വധിച്ചിടുമാകിലും. നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കാം, നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടേക്കാം, അതുപോലെ തന്നെ ചിലപ്പോൾ വധിച്ചു എന്നും വരാം. സാവഗ്നി ജാത പരാഭവം കൊണ്ട് ഉള്ള താപവും പൂണ്ട് ധരണിയിൽ വഴുകയിൽ നല്ലു മരണം അതിനില്ല സംശയൻ. പറയുകയാണ്, ഇപ്പോൾ നിനക്ക് കൗസല്യയുടെ സപത്നിയായിട്ട് അല്ലെങ്കിൽ കൗസല്യയോട് തോറ്റിട്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നാട് കടത്തിയേക്കാം, അല്ലെങ്കിൽ കൊന്നേക്കാം. ഏതായാലും കൗസല്യയോട് തോറ്റിട്ട് നീ ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നേക്കാൾ നല്ലത് നിനക്ക് മരണം തന്നെയാണ്, സംശയമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് മന്ഥര പറയുകയാണ്, ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക, നീ ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം. എന്നോട് ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം, നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉത്സാഹമോടെ നീ അത് കേൾക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സുതൻ തന്നെ വഴിക്കും നരവരൻ. ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കുകയാണെങ്കിൽ നിന്റെ പുത്രനെ തന്നെ രാജാവ് ദശരഥൻ വാഴിക്കുന്നതാണ്. കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, രാമൻ ഈരേഴാണ്ട് കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാകണം. നാടടക്കം ഭരതനു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. അപ്പോൾ രാമൻ 14 വർഷം കാനനവാസം ചെയ്യണം. അത് ദശരഥ മഹാരാജാവിൻ്റെ ആജ്ഞ കൊണ്ട് നീ പറയണം. നീ പറഞ്ഞാൽ മാത്രമേ ദശരഥൻ അങ്ങനെ ആജ്ഞാപിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാട് മൊത്തം ഭരതന് കീഴായിട്ട് വരും. പ്രൗഢകീർത്തിയ, നമുക്ക് നല്ല കീർത്തിയോടുകൂടി വസിക്കുകയും ചെയ്യാം. ചിരകാലം, വളരെക്കാലം നമുക്ക് വസിക്കാം. വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. ഇത് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിന്റെ മകൻ രാജാവാകണമെങ്കിൽ നിനക്ക് ഞാനൊരു ഉപായം പറഞ്ഞു തരാം എന്ന് പറയുകയാണ് മന്ഥര. ആ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ. പണ്ട് ദേവാസുര യുദ്ധത്തിൽ തന്നെ സഹായിക്കാനുള്ള ആ ഇന്ദ്രന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസമം തേരിലേറിനാൻ. വില്ലും ശരങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് തേരിലേറിക്കൊണ്ട് ദശരഥൻ ഇന്ദ്രന്റെ സന്നിധിയിലേക്ക് യുദ്ധത്തിനായി പോയല്ലോ. നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കും. നിന്നെയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. വിണ്ണിലേക്ക് സ്വർഗത്തിലേക്ക് പോയപ്പോൾ നീയും കൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. അങ്ങനെ അസുരന്മാരോടുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ ദശരഥൻ തൻ്റെ തേർച്ചക്രം, അതായത് രഥാക്ഷകീലം എന്നുവെച്ചാൽ ആ രഥത്തിൻ്റെ അച്ചാണി എന്ന് പറയുന്നത്, അത് കീലരന്ധ്രം, അതായത് അച്ചാണി, രഥത്തിൻ്റെ കീലം, രഥത്തിൻ്റെ ചക്രം ഇട്ട് മുറുക്കുന്ന ആ അച്ചാണിക്കാണ് അക്ഷകീലം എന്ന് പറയുന്നത്. അത് ഒടിഞ്ഞുപോയി. ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല. എന്നാൽ യുദ്ധത്തിനിടയ്ക്ക് ഈ അച്ചാണി പോയ കാര്യങ്ങളൊന്നും ദശരഥ രാജാവ് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ആ അച്ചാണിയുടെ ആ ദ്വാരത്തിൽ ധൈര്യത്തോടുകൂടി കൈത്തണ്ട് നിന്റെ വിരലിൻ്റെ അറ്റം കടത്തുകയും ദശരഥൻ്റെ ജീവൻ, അങ്ങനെ പതിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം കഴിയുന്നതുവരെ നീ അങ്ങനെ നിന്നില്ലേ, കൈപുറത്തു മാറ്റാണ്ട് അങ്ങനെ തന്നെ നിന്നില്ലേ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നത്. പതിയുടെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിന്നത്.
ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു നൃപനും. അപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ ചെയ്ത ഈ കൃത്യം കണ്ടിട്ട് അദ്ദേഹം യുദ്ധത്തിന്റെ സമയത്ത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശത്രുക്കളെയെല്ലാം വധിച്ച് രാജാവ് യുദ്ധം മതിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടത്. അപ്പോൾ ഈ പ്രവൃത്തി കണ്ടിട്ട് നിന്റെ ഈ പ്രവൃത്തിയിൽ അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നിയിട്ട് ദശരഥൻ കൈകേയിയെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം പുഞ്ചിരിയോടുകൂടി രാജാവ് ഇപ്രകാരം പറഞ്ഞു: നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് മൂലം വരിച്ചുകൊണ്ടാലും നീ. സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി രാജാവ് കൈകേയിയോട് പറയുകയാണ്: നിന്റെ പ്രവൃത്തി വളരെ നന്നായിട്ടുണ്ട്, അതെന്നെ വളരെയധികം സന്തുഷ്ടനാക്കിക്കൊണ്ട് നീ എന്നെ രക്ഷിച്ചതിനാൽ എനിക്ക് വളരെ സന്തോഷമായി. നിനക്ക് ഞാൻ 2 വരം നൽകുകയാണ്, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്ന് പറയുകയുണ്ടായി. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൽ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഭർത്താവിൻ്റെ വാക്യം കേട്ടിട്ട് കൈകേയിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇപ്രകാരം പറയുകയുണ്ടായി: അങ്ങ് നൽകിയ ഈ 2 വരങ്ങളും വരദ്വയം 2 വരങ്ങളും സാദരം ന്യസ്തം ഭവതിമയാ നൃപതീശ്വര, അങ്ങയിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ. അത് ഞാൻ അങ്ങയെ തന്നെ ഏൽപ്പിക്കുകയാണ്, അത് അങ്ങയുടെ സമക്ഷം തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഒരവസരത്തിലെങ്കിൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു. ഞാൻ അവസരം വരുമ്പോൾ ചോദിച്ചോളാം, ഇനിയൊരു ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ അത് ചോദിച്ചോളാം, അപ്പോഴെനിക്ക് തന്നാൽ മതി. ഇപ്പോൾ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. അന്ന് ഭർത്താവിൻ്റെ വശം, രാജാവിൻ്റെ വശം കൊടുത്ത് ആ 2 വരങ്ങൾ ഇന്ന് ചോദിക്കണം, ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ, യാതൊരു മടിയും കൂടാതെ നീ അത് ചോദിക്കണം. ഞാനും മറന്നു കിടന്നത് മുന്നമേ മനസ്സേ തോന്നി ബലാൽ ഈശ്വരാജ്ഞയ, ഈശ്വരൻ്റെ ആജ്ഞയ, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോഴതെല്ലാം ഓർമ്മ വന്നിരിക്കുകയാണ് എന്ന് മന്ധര പറയുകയുണ്ടായി. തുടർന്ന് മന്ധര അതിനുള്ള സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്: ധീരതയോടിനെ ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവേശ്യ. കോപേന കിടക്ക നീ. അപ്പം നീ ഉടനെ തന്നെ വളരെ ധീരതയോടുകൂടി തന്നെ എന്ത് ചെയ്യണം? ക്രോധാലയം പ്രവേശിക്കണം. എന്താണ് ക്രോധാലയം? ക്രോധാകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ കോപിച്ച് ദേഷ്യപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് കിടക്കാനൊരു മുറിയുണ്ടാകും കൊട്ടാരങ്ങളിലൊക്കെ. അതിനാണ് എന്ത് പറയുക? ക്രോധാകാരം എന്ന് പറയുന്നത്. ക്രോധാലയം എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടെ ഉണ്ടായിന്. അപ്പോൾ ക്രോധാലയം പ്രവേശിച്ച് നീ അങ്ങനെ കിടക്കുക. വെറുതെ കിടന്നാൽ പോരാ, ആഭരണങ്ങളും പൊട്ടിച്ച് എറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർകൂന്തൽ അഴിച്ചിട്ട് ഭൂമേനിയും പൊടികൊണ്ട് അങ്ങ് അണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കിടക്കണം നീ. അപ്പോൾ ആഭരണങ്ങൾ പൊട്ടിച്ചെറിയണം. അതേപോലെ തന്നെ നിന്റെ വളരെ മനോഹരമായ കാർകൂന്തൽ, കൈകേയിക്ക് ധാരാളം മുടിയുണ്ട്, അപ്പോൾ വളരെ ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ആ കറുകൂന്തലെല്ലാം അഴിച്ചിട്ട് ശരീരത്തിലെല്ലാം പൊടിയൊക്കെ പിടിപ്പിച്ച്, അതുപോലെ തന്നെ വസ്ത്രത്തിലൊക്കെ പൊടി പിടിപ്പിച്ച് ഭൂമിയിൽ അങ്ങനെ കിടക്കണം, നിലത്ത് കിടക്കണം നീ, കട്ടിലേലൊന്നും കിടക്കരുത്. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം. കരഞ്ഞുകൊണ്ട് ധാരാളമായിട്ട് കരയുക, നന്നായിട്ട് കരയുക. കരഞ്ഞ് നിന്റെ മുഖവും മാറിടവും ഒക്കെ കണ്ണീരാൽ നനച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് അന്ന് അങ്ങ് തന്ന ആ 2 വരങ്ങൾ എനിക്കിപ്പോൾ തരണം എന്ന് പറയണം. അപ്പോൾ രാജാവ് സമ്മതിക്കും. ചോദിച്ചോളൂ, വരം ഞാൻ 2 വരം തരാലോ എന്ന് രാജാവ് തീർച്ചയായിട്ടും പറയും. അന്ന് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. അപ്പോൾ തീർച്ചയായിട്ടും നീ മനസ്സുറപ്പോടുകൂടി ഇപ്രകാരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ 2 വരങ്ങളും രാജാവ് നിനക്ക് തരുന്നതാണ് എന്ന് മന്ധര പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എത്ര നല്ല മനുഷ്യർക്കും അവർ എത്ര നല്ല മനുഷ്യരാണെങ്കിലും ദുഷ്ട സംസർഗമുണ്ടായാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സ് അപവിത്രമാകുകയും ദുഷ്ടകർമ്മങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കലും ദുഷിച്ച ജനങ്ങളുമായിട്ടുള്ള കൂട്ട് നമ്മൾ കൂടരുത് എന്നുള്ള കാര്യവും കൂടെ രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.